ആധുനിക കാലത്ത് ബ്രാക്കറ്റിൽ ഏതു കാലത്തും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ ആധ്യാത്മിക ശക്തി കൊണ്ട് എങ്ങനെ നേരിടാൻ സാധിക്കും, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു ഫെമിനിസ്റ്റോ മാസ്കുലിനിസ്റ്റോ അല്ല ഞാൻ, ഹ്യൂമാനിസ്റ്റാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പറ്റും, കരുത്തുകൊണ്ട് നേരിടാൻ പറ്റും. കരുത്തുകൊണ്ട് നേരിടാൻ പറ്റാത്ത പ്രശ്നമില്ല. എടാന്ന് വെച്ചാൽ പോടാന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അല്ലാണ്ട് അവിടെ തല കുനിച്ച് എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്നും പറഞ്ഞു നിൽക്കാൻ പാടില്ല. കരുത്തുകൊണ്ട് ജയിക്കണം. ഏതായാലും ഇത് സ്ത്രീയുടെ വിഷയം ചോദിച്ചത് കൊണ്ട് പറയാം, നമ്മൾ ഭഗവതിയെ പൂജിക്കുന്നവരാ. കരുത്തിൻ്റെ മൂർത്തിയാണ് ഭഗവതി. ഏത് ഭാവമായാലും, ലക്ഷ്മി ആയാലും ശക്തി ആയാലും സരസ്വതി ആയാലും എല്ലാം കരുത്ത. രക്തബീജാസുരനെ അടക്കം ഇല്ലാതാക്കാൻ കരുത്ത അമ്മയ്ക്കുണ്ട്. 8 കൈ, 10 കൈ, 18 കൈ, 20 കൈ, എത്ര കൈകളാ? ഏതെങ്കിലും കൈ വെറുതെ ഉണ്ടോ? എല്ലാത്തിലും വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാ. ഇങ്ങനെയൊക്കെയുള്ള ദേവീഭാവങ്ങളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും പ്രേമിക്കുന്ന ദേവീഭാവം ഇതൊന്നുമല്ല. അത് അപാരമായ കരുത്തിൻ്റെ ഒരു ഭാവമാണ്. അതേതാന്ന് ചോദിച്ചാൽ, മാർക്കണ്ഡേയ പുരാണത്തിൽ ദേവി മഹാത്മ്യത്തിൽ നമുക്ക് ആ ദേവിയെ കാണാം. സർവ്വ ആയുധഭൂഷിതനായിട്ട് അസുരൻ അപ്പുറത്ത് നിൽക്കുകയാണ്. എല്ലാ ആയുധങ്ങളും ഉണ്ട് അവൻ്റെ അടുത്ത്. അവൻ ദേവിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ദേവിയുടെ കയ്യിൽ ഒരായുധവും ഇല്ല. എന്നാ എന്തെങ്കിലും ഒരു വാളെങ്കിലും വെക്കണ്ടേ, ഒരു കത്തിയെങ്കിലും വെക്കണ്ടേ? ഒന്നുമില്ല. ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു പാനീയമുണ്ട്. അതെന്താന്ന് ചോദിക്കണ്ട കേട്ടോ, എന്തോന്നുണ്ട്. എന്നിട്ട് പറയാണ്, എടാ നീ അവിടെ നിൽക്ക്, തിരക്ക് കൂട്ടല്ല, ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ, എന്നിട്ടാവാം. ഓ, ആ കരുത്ത് എന്താ! അത്ര കരുത്ത്! 10 ആയുധമുള്ളവൻ്റെ കരുത്ത് അവൻ്റെ മാത്രം കരുത്തല്ല, ആയുധത്തിൻ്റെ കൂടി കരുത്താ. എൻ്റെ അടുത്ത് വടിയുണ്ട്, വാളുണ്ട്, തോക്കുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. ഇതല്ല, ഒന്നുമില്ല. ഒരു ഗ്ലാസ്സിൽ, ഒരു ചഷകത്തിൽ ഒരു പാനീയം. എന്നിട്ട് പൊട്ടി ചിരിച്ചുകൊണ്ട് ദേവി പറയുക, തിരക്ക് കൂട്ടല്ലടാ, അവിടെ നിൽക്ക്, ഞാനിതൊന്ന് കുടിച്ചു കഴിയട്ടെ. ആ ദേവിയെ പൂജിക്കുന്നവരായി തീർന്നാൽ ഒരു പെൺകുട്ടിയല്ല, ഒരു സ്ത്രീയല്ല, ഒരു മുത്തശ്ശിയല്ല, മുത്തശ്ശനല്ല, ഒരാളുടെ നേർക്കും വിപരീതമായ ഭാവം ഉണ്ടാവില്ല. ഉറപ്പ്. ഞാൻ വല്ലാതെ പ്രേമിച്ചു പോയൊരു പെൺകുട്ടിയുണ്ട്. നിങ്ങളുടെ തുറന്നു പറയുക. ആരാ സ്വാമിയെ പെൺകുട്ടി? നമുക്ക് ആലോചിച്ച് വേണ്ടതൊക്കെ ഒപ്പിക്കാം. അങ്ങനെയല്ല, അതല്ല. നേരിട്ട് കോഴിക്കോട് റെയിൽവേ ട്രാക്കിന് പാരലായിട്ട് കുറച്ച് റോഡ് പോകുന്നൊരു സ്ഥലമുണ്ട്. കോഴിക്കോട്ടുള്ളവർക്ക് അറിയാമോ? ET റോഡ് എന്നാണ് റോഡിൻ്റെ പേര്. അവിടെ ഒരു പ്രസ് ഉണ്ട്. ഞാൻ ചില അച്ചടി സംബന്ധമായിട്ട് ആ പ്രസ് പോയി തിരികെ റോഡിലേക്ക് വരിക. ആ കാലഘട്ടത്തിൽ, ഇന്നതില്ല, ആ കാലഘട്ടത്തിൽ അവിടുന്ന് വലിയങ്ങാടിക്ക് പോകുന്ന റോഡിൽ പാലത്തിൻ്റെ അടിയിൽ പഴയ ഓട്ടുപാത്രം, ചെമ്പ് പാത്രം, കേട് വന്ന ഉരുളി, ഇങ്ങനത്തെ ഒക്കെ വിൽക്കണ ഒരു കടയുണ്ട്. ഈ കടയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി, ഒരു 18 വയസ്സ് ഏകദേശം ഉണ്ടാവും. അവിടെയുള്ള വളരെ വിശേഷപ്പെട്ടൊരു തൂക്കുവിളക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം, അതെനിക്കറിയില്ല. ഞാൻ കുറേ ദൂരെ നിന്നാണ് കാണുന്നത്. ഏകദേശം ഇവിടുന്നാണെങ്കിൽ ആ ചുമര് വരെ ദൂരമുണ്ട്, ഈ ഹാളിൻ്റെ നീളമുണ്ട്. അത്രയും ദൂരെയാണ് ഞാൻ നിൽക്കണത്. ഈ സമയത്ത് 2 യുവാക്കൾ ഒരു മോട്ടോർ ബൈക്കിൽ വന്നിട്ട് ആ ബൈക്കൊന്ന് ചെരിച്ച് നിർത്തിയിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ അനാവശ്യം പറഞ്ഞു. എന്താണെന്ന് ഞാൻ കേൾക്കണില്ല, ദൂരെ നിന്നാണ്. ഈ മോളുടെ ഒരു കാല് ഒരുത്തൻ്റെ മുഖത്ത്, ഒരു കൈ ഒരുത്തൻ്റെ മുഖത്ത്, രണ്ടും വീണു. നീറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു പോക്ക് പോയിട്ടുണ്ട് മോട്ടോർ ബൈക്ക്. ഇത്ര സ്പീഡ് ബൈക്കിനുണ്ടോയെന്നാണ്. അവൾ ആരെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. നോക്കൂ, അടിച്ചിട്ട് ചവിട്ടിയതല്ല, ചവിട്ടിയിട്ട് അടിച്ചതുമല്ല. രണ്ടും ഒരു സെക്കൻഡിലാ. ഓ, മക്കളാണെങ്കിൽ ഇങ്ങനെ വേണം. എനിക്ക് അവളോട് വലിയ പ്രേമമായിപ്പോയി. അതെ, ഈ കരുത്തുറ്റവരാവണം നമ്മൾ.
ദുർബലരായി മക്കളെ നശിപ്പിക്കരുത്. ദൗർബല്യത്തിൻ്റെ പാഠങ്ങളെ പഠിപ്പിക്കരുത്. വലത്തെ കരണത്ത് അടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്ത് കിട്ടിയാൽ വലത്തും കാണിച്ചു കൊടുക്കണം. ചർക്ക തിരിച്ചിട്ടാണ് നമ്മൾ അഹിംസയുടെ സ്വാതന്ത്ര്യം നേടിയത്. ചർക്ക തിരിച്ചാൽ വസ്ത്രമല്ലേ ഉണ്ടാവും, നൂലല്ലേ ഉണ്ടാവുക, സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അങ്ങനെയാവുമ്പോൾ ധീരന്മാരായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിദാനികളായ മഹാപുരുഷന്മാരെ അപമാനിക്കുകയല്ലേ നമ്മൾ, ആയിരക്കണക്കിന് പേരെ. അങ്ങനെയാണെങ്കിൽ അറ്റ്ലാന്റിക് ചാർട്ടർ എന്തായിരുന്നു? അങ്ങനെയായിരുന്നെങ്കിൽ 38ഓളം കോളനികൾക്ക് എങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുത്തു? അവരൊക്കെ ചർക്ക തിരിച്ചിട്ടാ. ചരിത്രം പഠിക്കുക, പഠിച്ചാൽ മനസ്സിലാവും. അറ്റ്ലാന്റിക് ചാർട്ടർ എന്താണെന്ന് പഠിക്കുക, അപ്പം മനസ്സിലാവും. അതുകൊണ്ട് കഴിവ് കെട്ടവരാക്കരുത് നമ്മുടെ കുട്ടികളെ, അത്രേ പറയാനുള്ളൂ.